808 വോട്ടുകളാണ് നിലവിൽ അടൂർ പ്രകാശിന് ഉള്ളത്. ഏതായാലും ലീഡുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങലിനെ സംബന്ധിച്ച്. ഏതായാലും പ്രവചനാതീതമായി അവിടെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ആര് ജയിക്കും ആറ്റിങ്ങലിൽ, ആര് നേടും ആറ്റിങ്ങൽ, ആര് എന്നുള്ളതാണ് ഇപ്പോഴും ചോദ്യമായി അവശേഷിക്കുന്നത്. കാരണം പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് മത്സരം പോവുകയാണ് ആറ്റിങ്ങലിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ 808 വോട്ടുകൾക്കാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ വളരെ ഈസിയായി അവിടെ ജയിച്ച ഒരാളാണ് അടൂർ പ്രകാശ്. പക്ഷേ ഇത്തവണ വി ജോയിയെ ഇറക്കിയതോടുകൂടി വലിയ കടുത്ത പോരാട്ടമാണ് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് നേരിടേണ്ടി വരുന്നത്. 808 വോട്ടുകൾക്കാണ് ഈ നിലവിൽ അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നത് ആറ്റിങ്ങലിൽ എന്നുള്ളതാണ്. ഏതായാലും മറ്റു മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ മിക്ക മണ്ഡലങ്ങളിലും ഏതാണ്ട് സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. UDF-ന് 18 ഇടത്താണ് മുന്നേറ്റമുള്ളത്. LDF ആലത്തൂർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. NDA തൃശ്ശൂരിൽ ആദ്യമായി സുരേഷ് ഗോപി അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഏതാണ്ട് 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിയിൽ പുതിയൊരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റം വന്നിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഇതിൽ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിനെ എടുത്തിരിക്കുന്നു. അതായത് BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് UDF 18 ഇടത്ത് എല്ലാ കണക്കുകൂട്ടലുകളും വിജയിച്ചു എന്ന് തന്നെ പറയാം. എങ്കിൽ തൃശ്ശൂരിൽ മാത്രം അവിടെ പിഴച്ചു. അതായത് മുരളീധരനെ അടക്കം ഇറക്കിക്കൊണ്ട് കളം പിടിക്കാം എന്നുള്ള ഒരു ധാരണയൊക്കെ അവർക്ക് പരാജയപ്പെടുകയുണ്ടായി അല്ലേ? എനിക്ക് ഇതിനോടൊപ്പം ചേർക്കാനുള്ളത് വീണ്ടും അടൂർ പ്രകാശിന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. 617 വോട്ടാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ ലീഡ്. നേരത്തെ 808 വോട്ടുകളായിരുന്നു അടൂർ പ്രകാശിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 617ലേക്ക് അടൂർ പ്രകാശിന്റെ ലീഡ് നില താഴുന്നു എന്നുള്ളൊരു പുതിയ അപ്ഡേഷനാണ് ഉള്ളത്. അങ്ങനെ ലീഡ് നില കൂടിയും കുറഞ്ഞും വരുന്ന ഒരു സാഹചര്യമാണ് ആറ്റിങ്ങലിനെ സംബന്ധിച്ച് നിലവിൽ നിൽക്കുന്നത്. ഏതായാലും LDF ഇപ്പോഴും പ്രതീക്ഷ അവിടെ കൈവിടുന്നില്ല. അത് കിട്ടും. കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഇപ്പോഴും LDF ക്യാമ്പിന് ഉണ്ട്. അവിടെ ആ പോരാട്ടത്തിലൂടെ മണ്ഡലം അവസാന നിമിഷമെങ്കിലും തിരിച്ച് കയ്യിൽ കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ LDF ക്യാമ്പ് ഉള്ളത്. ഏതായാലും അത്തരത്തിൽ അവിടെ മത്സരം തീപാറുന്ന പോരാട്ടം തുടരുന്നു. 617 വോട്ടിന് ഇപ്പോൾ അടൂർ പ്രകാശ് മുന്നിൽ നിൽക്കുന്നു. ലീഡ് പിന്നെയും താഴുന്ന സാഹചര്യം. 808 എത്തിയ ലീഡാണ് ഇപ്പോൾ 617ലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും വോട്ടെണ്ണൽ അവിടെ തുടരുകയാണ്. കേരളത്തിൽ മറ്റിടങ്ങളിലൊക്കെ കൃത്യമായി UDF ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ കൃത്യമായ ഭൂരിപക്ഷം കിട്ടി തന്നെയാണ് UDF-ന് അവിടെ വിജയിച്ച് കയറാൻ സാധിച്ചത്. പക്ഷേ ഇവിടെ ആറ്റിങ്ങലിൽ മാത്രമാണ് ഒരു പോരാട്ടം നടക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും നിലവിൽ 15,000-ഓളം വോട്ടുകൾ മാത്രമാണ് ശശി തരൂരിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭൂരിപക്ഷമാണ് ലീഡ് മാത്രമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ ഒരു ഘട്ടത്തിൽ ഏറെ മുന്നിൽ നിന്ന ശേഷമാണ് ശശി തരൂരിന്റെ അപ്രതീക്ഷിത ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി വരുന്നത്. അത് ഉച്ചയോടുകൂടിയാണ്. രാവിലെ മുഴുവൻ ശശി തരൂർ അവിടെ മുന്നിൽ നിന്ന ശേഷം തീരദേശ മേഖലയിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയതിനു ശേഷമാണ് അവിടെ ശശി തരൂരിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ. ആ മുന്നേറ്റം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 18 സീറ്റുകളിൽ UDF, LDF 1, NDA 1 എന്നുള്ളതാണ്. രാജ്യത്തേക്ക് വരുമ്പോൾ അവിടെ NDAയുടെ മുന്നേറ്റം തന്നെ. 295 സീറ്റുകളാണ് NDAക്ക് ലഭിച്ചിട്ടുള്ളത്. 231 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് 17 സീറ്റുകളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിവരം. ഏതായാലും ഔദ്യോഗിക വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. വോട്ടെണ്ണൽ മുഴുവൻ പൂർത്തിയായ ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ എത്ര സീറ്റുകളൊക്കെ ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരിക. ഏതായാലും BJP-യെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ 400 സീറ്റ് മുകളിൽ നേടി അധികാരത്തിൽ വരുമെന്നൊരു പ്രഖ്യാപനമാണെന്ന് BJP നടത്തിയിരുന്നത്. പക്ഷേ അത് മൊത്തത്തിൽ അല്ലെങ്കിൽ അത് പാളുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. 300 സീറ്റ് പോലും കടക്കാൻ ഇതുവരെയും BJP-ക്കോ NDA-ക്കോ കഴിഞ്ഞിട്ടില്ല. NDA-ക്ക് മുഴുവനായി ഇതുവരെ 300 സീറ്റിന് മുകളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ആ NDA-യുടെ തേരോട്ടത്തെ ഇന്ത്യ മുന്നണി പിടിച്ചു കെട്ടി എന്നുള്ളതാണ്. തൊട്ടുപുറകെ 231 സീറ്റുമായി ഇന്ത്യ മുന്നണിയുടെ തേരോട്ടമാണ് പൊതുവെ കാണുന്നത്. ഏതായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഇന്ത്യ ഈ
കേന്ദ്രത്തിൽ സർക്കാരുണ്ടാക്കാനുള്ള BJP ശ്രമങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ മുന്നണിയും സർക്കാരുണ്ടാക്കാനുള്ള നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. വിവിധ നേതാക്കളെ അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകളടക്കം ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ശരത് പവാർ ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് JDU നേതാവ് നിതീഷ് കുമാറിനെയും അതുപോലെ തന്നെ TDP നേതാവ് ചന്ദ്രബാബു നായിഡുവിനെ അടക്കം ഇപ്പോൾ ശരത് പവാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധിയും ശരത് യാദവും അടക്കം ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അഖിലേഷ് യാദവും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും എന്ത് വില കൊടുത്തും സർക്കാർ രൂപീകരിക്കണമെന്നുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. മറ്റൊന്നുള്ളത് ഉത്തർപ്രദേശിലേക്ക് വരുമ്പോഴാണ്. ഉത്തർപ്രദേശ് BJPയുടെ ഒരു പൊന്നാപുരം കോട്ട, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ശക്തിയുള്ള മണ്ഡലം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എന്നുള്ളതാണ് BJP കരുതിയിരുന്നത്. പക്ഷേ അവിടെ വലിയ തിരിച്ചടിയാണ് BJPക്ക് നേരിട്ടത്. അവിടെ 43ഓളം സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വാരണാസിയിലേക്ക് വരുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അജയ് റായിയുമായി BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജയ് റായിക്ക് മുന്നിൽ വിയർക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ തവണ 5 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി വിജയിച്ച നരേന്ദ്രമോദിക്ക് ഇത്തവണ ഇതുവരെയും ഈ വോട്ടുകൾ എണ്ണിത്തിടുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ ശക്തമായ പോരാട്ടത്തിന്റെ ഒരു സൂചനയായി ഉള്ളത്. CPM-ന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ CPM-ന് 4 സീറ്റുകൾ നിലവിൽ അവർ ലീഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് കേരളത്തിലാണ്. കേരളത്തിലെ ആലത്തൂർ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 2 സീറ്റുകളുണ്ട്, രാജസ്ഥാനിൽ 1 സീറ്റും. അങ്ങനെ 4 സീറ്റുകളിൽ നിലവിൽ CPIM-ന് ആശ്വസിക്കാൻ കഴിയുന്ന വിധത്തിൽ ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് അവിടെ സ്ഥാനാർത്ഥികൾ വിജയം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങലിൽ വീണ്ടും അടൂർ പ്രകാശ് ലീഡ് നില ഉയർത്തുന്നു എന്നുള്ളതാണ്. 823 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ വീണ്ടും മുന്നിലെത്തിയിരിക്കുന്നു.